നിന്റെ ചരണം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തുടക്കം തന്നെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നീലുട്ടൻ കന്നിസ്വാമി ആവാൻ പോവാണ് ഗായ്സ്. എന്താണ് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല, ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് തലേ ദിവസം വൈകിട്ട് അച്ചമ്മയുടെയും വല്യച്ഛൻ്റെയും മമ്മിയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് പോയതാട്ടോ നീലൂട്ടൻ. എല്ലാവരോടും പറഞ്ഞ് പിന്നെ കാലൊക്കെ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് അമ്മയുടെ അടുത്തോട്ട് പോയതാണേ. ചേട്ടൻ്റെ അടുത്ത് പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ, ഇച്ചിരി രാത്രിയായി പോയായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം അമ്മാമ്മയും വിളിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നീലൂട്ടൻ. നാളെ മാലയിടാനായിട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നീലൂട്ടൻ ആദ്യമായിട്ട് മലയ്ക്ക് പോവാനായിട്ട് മാലയിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെയാണ്, മാലയിടുന്നതിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. രാവിലെ തന്നെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റപ്പോൾ നേരമൊന്നും വെളുത്തിട്ടില്ലല്ലോ. 5 മണി എന്ന് പറയുന്നത് നേരമൊന്നും വെളുക്കാറില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. എന്നിട്ട് ഇന്നലെ രാത്രി തന്നെ തൂത്തിട്ടിട്ടുണ്ടായിരുന്നു എല്ലായിടം. ഞാൻ 2 ദിവസം മുന്നേ എല്ലായിടവും ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ ഇട്ടിരുന്നായിരുന്നു. പിന്നെ ഇനി മുതൽ നമ്മൾ ദിവസവും ക്ലീൻ ചെയ്യണമല്ലോ, ഒന്ന് തുടയ്ക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എന്താ പറയുക, തൂത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് നേരെ അങ്ങ് തുടച്ചു കേട്ടോ. ഹാളും എല്ലായിടവും അങ്ങ് വൃത്തിയാക്കി തുടച്ചു. അപ്പോൾ ഇനി എല്ലാം തുടച്ച് വിളക്കൊക്കെ വെച്ചിട്ട് വേണം അമ്പലത്തിലോട്ട് പോവാനായിട്ട്. അമ്പലത്തിൽ ഒരു 6 മണി കഴിയുമ്പം ഇറങ്ങാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. ഇപ്പം 5 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നേ. വെട്ടം ഇല്ലല്ലോ, അപ്പുറത്തും ഇപ്പുറത്തൊന്നും ലൈറ്റ് ഇല്ല. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ജനലിൽ ലൈറ്റ് കണ്ടപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ തുടച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാ അങ്ങ് സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ആ ലൈറ്റ് മഞ്ഞ കളർ കണ്ടില്ലേ ആകാശത്ത്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വിളക്ക് തേക്കാനായിട്ട് പോവാട്ടോ. വിളക്ക് ഞാൻ ഇന്നലെ തേച്ച് വെച്ചില്ലായിരുന്നു, വിട്ടുപോയി വിളക്ക് തേച്ച് വെക്കാൻ. പക്ഷേ രാവിലെ തേച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭയങ്കര കൊതുകായിരുന്നു കേട്ടോ അവിടെ. മഴയും കൂടി ആയതുകൊണ്ട് ഭയങ്കര കൊതുകായിരുന്നു. പൊതിഞ്ഞ് ഞങ്ങളെ നീലുട്ടനെ കുളിപ്പിക്കുമ്പോഴാന്നേലും കാണാൻ പറ്റും, നല്ല കൊതുകായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് കുളിപ്പിച്ചോണ്ടങ്ങ് പോയതാ. ചേട്ടായി അകത്ത് കുളിക്കാനായിട്ട് പോവും, ഞാൻ നീലുട്ടനെ പുറത്ത് നിർത്തി കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇനി എന്താ പറയുക, വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം കേട്ടോ. അമ്പലത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലാണ് പോകുന്നത്. രണ്ടമ്പലത്തിൽ പോകണമെന്നുണ്ട്, ശാസ്താവിൻ്റെയും പിന്നെ നമ്മൾ പോയിട്ടില്ലാത്ത ഒരു അമ്പലം ഇവിടെ അടുത്തുണ്ട് കേട്ടോ. നമ്മൾ നെട്ടയം പോകുന്ന റൂട്ട് അവിടെ ഒരു അമ്പലം കണ്ടിട്ട് പലതവണ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ ഒന്ന് കയറി തൊഴണമെന്ന്. മഹാദേവൻ്റെ അമ്പലമാണ് കേട്ടോ. എനിക്ക് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നും. എന്നെ അങ്ങോട്ടായിട്ട് വിളിക്കുന്ന പോലെ ഒരു ഫീല് വരും. അപ്പോൾ ഞാൻ ഇന്നലെ അതുവഴി പോയപ്പോൾ ചേട്ടയോട് പറഞ്ഞു നമുക്ക് നാളെ ഇവിടെയും കൂടി ഒന്ന് വന്ന് തൊഴാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും കൂടി പോകണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൂവൊക്കെ പറിച്ച് വെക്കാമെന്ന് വെച്ചു. കുറച്ച് തെറ്റിപ്പൂ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് തുളസി ഇലയും പറിച്ച് കിണ്ടിയിലും തുളസി ഇലയിട്ട് പിന്നെ വെള്ളമൊക്കെ കുടഞ്ഞിട്ട് വിളക്ക് വെച്ച് കത്തിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഏതാണ് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരുടെയും ഈ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും അനുഗ്രഹം നീലൂട്ടന് ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് എന്താ പറയുകയാണ് കേട്ടോ. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം നമ്മുടെ നീലൂട്ടന്. അപ്പോൾ എനിക്ക് എന്തോ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് ഞാൻ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ ഞാൻ കുറച്ച് എന്താ പറയുക എഴുതിയ കാര്യങ്ങൾ കണ്ടില്ലേ നിങ്ങൾ. എനിക്ക് പെട്ടെന്ന്, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അല്ലേ.
ഒന്നും എഴുതി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അങ്ങനെ ഒന്ന് കുറിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു റൈറ്റ് കൊടുത്തത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ എഴുതിയതാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എന്തില്ല എന്ന് ഞാൻ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കാനായിട്ട് പോകത്തില്ല. എന്ത് കിട്ടുന്നു, അതിപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും എന്ത് കിട്ടുന്നു അതിന് എന്താ പറയുക, ദൈവം അനുഗ്രഹിച്ചല്ലോ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പേഴ്സണലി ഞാൻ അങ്ങനെയാണ്. അയ്യോ എനിക്കതില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കത്തില്ല. കിട്ടുന്നത് എന്താണോ അതിപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഞാൻ അതിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും റെഡിയാവാനായിട്ട് പോകട്ടോ. 2 പേരും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. സ്വാമിമാർ 2 പേരും എഴുന്നേറ്റിട്ടില്ല. ഇനിയിപ്പോൾ വേണം 2 പേരെയും ഉണർത്താൻ. അപ്പം ഞാൻ ആദ്യമേ അങ്ങ് റെഡി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നീലൂട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് ആദ്യമേ റെഡി ആവാമെന്ന് വിചാരിച്ചു. മുടി ഇപ്പോഴേ കെട്ടുന്നൊന്നുമില്ല കേട്ടോ. മുഖത്തെ കുറച്ച് മിനുക്കുപണികളൊക്കെ ചെയ്തിട്ട് നീലൂട്ടനെ പോയി ഉണർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ചേട്ടായി ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും എണീറ്റെന്ന് തോന്നേ. ഞാൻ വിളിച്ചായിരുന്നു, വിളക്ക് കത്തിച്ച ഉടനെ ഞാൻ വിളിച്ചായിരുന്നു. 6 മണിയായി, പോകണം എനിക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കും. വലിയ ഇതൊന്നുമില്ല, പൊട്ട് തൊടുക, സിന്ദൂരം തൊടുക, കണ്ണെഴുതുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഇനി നീലൂട്ടനെ ഉണർത്തട്ടെ. അത് ഇത്തിരി ടാസ്ക്കാണ് കേട്ടോ. ഇവിടെ വേറെ പോവാടക്ക് ഇവ വേണ്ടില്ല. പോയിട്ടോ ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കാം. വാങ്ങിക്കണ്ടേ നമുക്ക് ആദ്യം? എന്നാലും നമ്മള് പോയപ്പോഴത്തേന് കട അടച്ച്. നോക്ക്, ഞാൻ മാല ഇടാൻ പോവാന്ന് പറ. സ്വാമിയേ ശരണയ്യപ്പാന്ന് പറ. എന്നിട്ടൊരു ഉമ്മട്ട. സതനം മറിഞ്ഞപ്പോൾ സമയരായി സത്യലോകത്തിൽ സന്ദർഭമർപ്പിപ്പാൻ സേവിതനായി പരമേ പാശേ നന്ദിയാൽ വിളങ്ങുന്ന ശങ്കര ശങ്കരൻ ബ്രഹ്മയായിരിക്കും സ്വദേശാന്തരെ
ധർമ്മം ചെയ്താൻ ആതങ്കം തീരുവാൻ നേരെ നില്ല്, ഫോട്ടോ എടുക്കട്ടെ. അമ്പലത്തിൽ വന്നല്ല. അങ്ങനെ നമ്മുടെ സ്വാമിമാർ ദാ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. രാവിലത്തെ കാപ്പിയുടെ പരിപാടികളെല്ലാം ചെയ്യാനായിട്ട് ഇഡ്ഡലി എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. ഇഡ്ഡലി ആകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ചേട്ടായിക്ക് 8 മണിയാകുമ്പോഴത്തേന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി എടുക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിയും ചമ്മന്തിയാണ്. ഇഡ്ഡലിയും ചുമന്ന ചമ്മന്തിയും എടുക്കാമെന്ന് തീരുമാനിച്ചു. ഇന്നലെ തീരുമാനിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കലത്തേനും സാമ്പാറും വെച്ച് എന്തെങ്കിലും കറിയും വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പച്ചക്കറി കിറ്റ് 100 രൂപയുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാം, തോരനോ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഉച്ചക്കലത്തേനും ആവും. ഉച്ചക്കലത്തേന് ചേട്ടായി വരത്തില്ല. അപ്പം നീലൂട്ടനും എനിക്കൂടി എടുത്താൽ മതി. അങ്ങനെ ഞാൻ ചമ്മന്തിയും പെട്ടെന്ന് റെഡിയാക്കി. ഇനി വീട്ടിലെത്തിയപ്പോഴത്തേനും 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇനി കഴിച്ചിട്ട് വേണം ചേട്ടായിക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചേട്ടായിയും നീലൂട്ടനും മാലയിട്ടു. ഇനി മുതൽ അവർ സ്വാമിമാരാണ്. നീലൂട്ടൻ കന്യാസ്വാമിയാണ്. അപ്പം ഇനി അതിൻ്റേതായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത് നമ്മുടെ ചാനലിൽ. അപ്പോൾ ചായ ഇട്ടിട്ടുണ്ട്. രാവിലെ ചായ പോലും കുടിക്കാതെയായിരുന്നു പോയത്. അങ്ങനെയല്ലേ വേണ്ടുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിക്കാതെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വേണം നമ്മൾ ആഹാരം കഴിക്കാനെന്നാണ് ഞാനിങ്ങനെ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും തെറ്റിക്കാതെ അങ്ങനെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടെ കഴിക്കാനിരുന്നു കേട്ടോ. ഞാൻ നീലൂട്ടൻ്റെ ചായയാണ് ചൂട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവർ രണ്ടുപേരും കഴിച്ചിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ വലിയ വിശപ്പൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഇതാ രണ്ടുപേരും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ കാപ്പി കുടിക്കാനായിട്ട് എൻ്റെ കാപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ചായയും സാമ്പാറും ചായയും ചമ്മന്തിയും ഇഡ്ഡലിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ കഴിക്കട്ടെ. ചേട്ടായി പോയി കേട്ടോ. ചേട്ടായി ജോലിക്ക് പോയി. നീലൂട്ടൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റത് കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നീലൂട്ടൻ കിടന്നുറങ്ങി. അപ്പോൾ ടാറ്റാ.